ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പികൾക്കൊക്കെ എങ്ങനെ ₹1 പോലും ചിലവില്ലാതെ ഒരു ഫീഡിംഗ് ബോക്സ് തയ്യാറാക്കിയെടുക്കാവുന്നതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഫീഡിംഗ് ബോക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഫീഡിംഗ് ബോക്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരു ഫിഷ് ടാങ്കിലേക്ക് നമ്മൾ ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ മീൻ എന്തെങ്കിലും കാരണവശാൽ ഫിഷ് ഫുഡ് തിന്നാതെ ബാക്കി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിഷ് ഫുഡ് നേരെ വെള്ളത്തിനടിയിലേക്ക് പോയി വെള്ളം ചീത്തയാവുകയും അതുപോലെ തന്നെ അമോണിയൊക്കെ ഫോമായിട്ട് മീനുകൾക്ക് അസുഖമൊക്കെ വന്ന് മീൻ പെട്ടെന്ന് തന്നെ ചത്തുവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു ഫീഡിംഗ് ബോക്സ് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഫിഷ് അതിനകത്ത് തന്നെ വന്ന് കഴിക്കുക. അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് പോയി വെള്ളം ചീത്തയാകാതെ തന്നെ അതിനകത്ത് തന്നെ കിടക്കുകയും അതുപോലെ തന്നെ നമുക്ക് ആ ഫീഡിംഗ് ബോക്സ് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്ത് അതിനകത്ത് ഫിഷ് ഫുഡൊക്കെ കളയാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് പെട്ടെന്നൊന്നും അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫീഡിംഗ് ബോക്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം മാറ്റേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ ഇതാണ് ഫീഡിംഗ് ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിർമ്മിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടിന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ടിന്ന് എടുക്കുമ്പോഴും ഒരു കാര്യം നോക്കുക, നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുക്കുക. ഞാൻ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്കൊരു ബ്ലേഡാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കർ അല്ലെങ്കിൽ ഒരു സ്കെച്ച് പെന്ന്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കിത് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ടിന്ന് ജസ്റ്റ് എടുക്കുക. അതിനുശേഷം സ്കെച്ച് പെൻ എടുത്തതിന് ശേഷം ഒരു ബോക്സിൻ്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. അതായത് കൃത്യമായിട്ട് അളവൊന്നും വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വരയ്ക്കാതെ തന്നെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാനായിട്ട് വരയ്ക്കുകയാണ്. സോ അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു 2-3 ബോക്സ് നമ്മൾ ഇതിലോട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലേഡ് എടുത്തതിന് ശേഷം ആ വരച്ചത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ കട്ട് ചെയ്യുന്ന കൂടി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സൈഡിൽ എന്തെങ്കിലും കട്ട് ചെയ്യുന്നത് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇതിന് തീരെ കട്ടി കുറഞ്ഞൊരു ടിന്നാണ്. സോ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടേത് ഒരു ഭാഗത്തിന് കുറച്ച് കട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അടിവശം ഫുള്ളായിട്ട് കട്ട് ചെയ്യല്ല, അങ്ങ് അടിവരെ ഒരു ഇടയ്ക്കൊരു കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം കട്ട് ചെയ്യുക. കാരണം അടിയിലോട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നിൽക്കാനായിട്ട് ജസ്റ്റ് ഒരു സ്ഥലം ഉണ്ടായിട്ട് കട്ട് ചെയ്ത് വിടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അടിയിൽ ജസ്റ്റ് സ്പേസൊക്കെ ഇട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ ഗപ്പികൾക്ക് വേണ്ടിയാണ് ഈ ഫീഡിംഗ് ബോക്സ് തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞു. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയതായിട്ടുള്ളൊരു ടിന്ന് എടുക്കാനായിട്ട് കാരണം. നിങ്ങൾക്ക് വേറെ ഗോൾഡൻ ഫിഷ് അതുപോലത്തെയൊക്കെ മീനുകൾക്ക് അത്യാവശ്യം വലുപ്പമുള്ള മീനുകൾക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾ ഫീഡിംഗ് ബോക്സ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഫീഡിംഗ് ബോക്സ് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും ചെറിയൊരു ടിന്നിനകത്ത് ഇട്ട് ഈ കോഴിക്കാർപ്പ് പോലത്തെ മീനൊക്കെ ജസ്റ്റ് കൊടുക്കുക. എന്നാലും അവർക്ക് ഇതിനകത്ത് വന്ന് ഫീഡ് എടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. സോ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടിന്നെടുത്ത് നിങ്ങൾ കട്ട് ചെയ്ത് സെറ്റാക്കാനായിട്ട് ശ്രമിക്കുക. അതല്ല ഗോൾഡൻ ഫിഷ് പോലത്തെ മീനുകൾക്കൊന്നും അല്ല, നിങ്ങൾ ജസ്റ്റ് ഗപ്പികൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ജസ്റ്റ് ഫീഡിംഗ് ബോക്സ് തയ്യാറാക്കി എടുത്താൽ മതിയായിരിക്കും. ഈ വലിയ മീനുകൾക്കൊക്കെയാണ് ഇത്രയും ഫീഡിംഗ് ബോക്സ് കൊടുക്കാനായിട്ട് പ്രയാസം. പ്ലാറ്റി, മോളി, ഗപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫീഡിംഗ് ബോക്സ് കൊടുക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. മറ്റേ മീനുകൾക്കൊക്കെ ഫീഡ് എടുക്കാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരെണ്ണം ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് കഴിയാറായിട്ടുണ്ട്. നമ്മുടെ ശകലം മുറിഞ്ഞു പോയി കണ്ടോ. ഇത്രയല്ല, കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ എല്ലാ പാർട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നല്ല പ്രയാസമായിരുന്നു ഇടയ്ക്ക് വീഡിയോ കാണിക്കാനായിട്ട്. നല്ല രീതിയിൽ സമയമെടുത്ത് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് ഇടാത്തത്. സോ അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റ് ആകത്തുള്ളൂ. അല്ലാതെ മീനുകൾക്ക് ഇതിനകത്ത് കയറി ഫീഡ് എടുക്കാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ വളർത്തുന്ന മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീഡിംഗ് ബോക്സിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം. ഇത് വെള്ളത്തിനടിയിലേക്ക് താണുമോ അതോ മണ്ടേ പൊങ്ങി നിൽക്കുമെന്ന് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീഡിംഗ് ബോക്സ് മണ്ടേ തന്നെ നിൽപ്പുണ്ട്, വെള്ളത്തിലേക്കൊന്നും താണു പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് കോഴിക്കാർപ്പിൻ്റെ ടാങ്കാണ്. ഞാൻ ജസ്റ്റ് വെള്ളത്തിലേക്ക് താണു പോകുമെന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്തോട്ടൊന്ന് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് തീറ്റിയിട്ട് കൊടുത്ത് നോക്കാം വേറൊരു ടാങ്കിലോട്ട് ഇട്ടതിന് ശേഷം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗോൾഡൻ ഫിഷിൻ്റെ ടാങ്കിലോട്ട് ഇട്ട് ജസ്റ്റ് തീറ്റിയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേണ്ട ഗോൾഡൻ ഫിഷ് ഇതിനകത്ത് കയറി ഫീഡ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നമ്മളെടുത്ത പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.